കേരള രാഷ്ട്രീയത്തിലെ പൂഞ്ഞാർ സിംഹം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പി.സി. ജോർജ് വീണ്ടും വാർത്താ കേന്ദ്രമാവുകയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ നിന്നും വീണ്ടും ജനവിധി തേടാനൊരുങ്ങുന്ന അദ്ദേഹം തന്റെ രാഷ്ട്രീയ ശൈലിയിൽ വരുത്തിയ വൻ മാറ്റമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ താൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിൽ പരസ്യമായി മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയ പി.സി. ജോർജിന്റെ നീക്കം കേവലം ഒരു പശ്ചാത്താപമല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഭാഗമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. പൂഞ്ഞാർ മണ്ഡലം എന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകതയുള്ള ഇടമാണ്. മുന്നണി ബന്ധങ്ങൾക്കപ്പുറം വ്യക്തിപ്രഭാവത്തിന് പ്രാധാന്യമുള്ള ഈ മണ്ഡലത്തിൽ ദീർഘകാലം ആധിപത്യം പുലർത്തിയ നേതാവാണ് പി.സി. ജോർജ്. എന്നാൽ 2021 തിരഞ്ഞെടുപ്പിൽ നേരിട്ട കൈപ്പേറിയ പരാജയം അദ്ദേഹത്തെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പുനർചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. ഇത്തവണ എൻ.ഡി.എ ബാനറിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തോടുള്ള തന്റെ സമീപനം മാറ്റുക എന്നത് അദ്ദേഹത്തിന് അനിവാര്യമായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പി.സി. ജോർജ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങളുടെ പേരിലായിരുന്നു. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പൂഞ്ഞാർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള മുസ്ലിം വോട്ടർമാർ അദ്ദേഹത്തിന് എതിരാകാൻ ഇത് കാരണമായി. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തന്റെ പഴയ പ്രസ്താവനകളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അവർ പലതും പറഞ്ഞപ്പോൾ എനിക്കും അരിശം തോന്നി. ഞാനും പലതും പറഞ്ഞുപോയി. എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ പരാമർശങ്ങളിൽ ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്ന തത്വം പി.സി. ജോർജ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ പൂഞ്ഞാറിൽ വിജയിക്കുക അസാധ്യമാണെന്ന യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയുന്നു. ഇത്തവണ ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ മുന്നണിയുടെ ഭാഗമായാണ് പി.സി. ജോർജ് മത്സരിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ ബി.ജെ.പിക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാൻ പി.സി. ജോർജിനെ പോലൊരു നേതാവ് അത്യാവശ്യമാണെന്നും എൻ.ഡി.എ കരുതുന്നു. അതേസമയം മുസ്ലിം സമുദായത്തോട് മാപ്പ് ചോദിക്കുന്നതിലൂടെ അവർക്കിടയിലെ എതിർപ്പിന്റെ മൂർച്ച കുറയ്ക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പൂഞ്ഞാറിലെ ക്രിസ്ത്യൻ വോട്ടുകളും എൻ.ഡി.എയുടെ പരമ്പരാഗത വോട്ടുകളും ഒപ്പം മുസ്ലിം സമുദായത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഒരു വിഭാഗം വോട്ടുകളും ചേർന്നാൽ തനിക്ക് അനായാസ വിജയം നേടാമെന്നാണ് പി.സി. ജോർജിന്റെ കണക്കുകൂട്ടൽ. മുൻപ് പലതവണ ഇടതു വലത് മുന്നണികളെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി ജയിച്ച ചരിത്രമുള്ള ജോർജിന് ഇത്തവണ ഒരു മുന്നണിയുടെ പിൻബലമുള്ളത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പിലെ മറ്റൊരു സവിശേഷത പി.സി. ജോർജിനൊപ്പം മകൻ ഷോൺ ജോർജും മത്സരരംഗത്തുണ്ട് എന്നതാണ്. തൊട്ടടുത്ത മണ്ഡലമായ പാലായിൽ നിന്നാണ് ഷോൺ ജോർജ് ജനവിധി തേടുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഒരേ വീട്ടിൽ നിന്ന് 2 എം.എൽ.എമാർ എന്ന റെക്കോർഡ് സ്വന്തമാക്കാനാണ് ഇവരുടെ നീക്കം. പൂഞ്ഞാറിൽ അച്ഛനും പാലായിൽ മകനും ജയിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനമുണ്ടാക്കും. മകന്റെ വിജയത്തിനായി പാലായിൽ പി.സി. ജോർജും സജീവമായി രംഗത്തുണ്ട്. കുടുംബപരമായി രാഷ്ട്രീയ സ്വാധീനമുള്ള ഈ 2 മണ്ഡലങ്ങളിലും ജോർജ് കുടുംബത്തിന് വലിയൊരു പരീക്ഷണമാണ് ഈ തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനോടാണ് പി.സി. ജോർജ് പരാജയപ്പെട്ടത്. അന്ന് വോട്ടർമാരോട് അദ്ദേഹം കാണിച്ച ധിക്കാരപരമായ പെരുമാറ്റവും വെല്ലുവിളികളും തിരിച്ചടിയായി മാറി. തനിക്ക് വോട്ട് ചെയ്യാത്തവർ വോട്ട് ചെയ്യേണ്ടെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംസാരം സാധാരണക്കാരായ വോട്ടർമാരെ പ്രകോപിപ്പിച്ചു. എന്നാൽ ഇത്തവണ പി.സി. ജോർജ് പറയുന്നത് കഴിഞ്ഞ 5 വർഷം പൂഞ്ഞാറിന് നഷ്ടപ്പെട്ട കാലമാണെന്നാണ്. താൻ എം.എൽ.എ ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സെബാസ്റ്റ്യന് തുടരാൻ സാധിച്ചില്ലെന്നും മണ്ഡലം വികസനത്തിൽ പിന്നോട്ട് പോയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പൂഞ്ഞാർ ജനതയ്ക്ക് തന്നോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ടെന്നും അവർ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുമെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പൂഞ്ഞാർ നിയോജക മണ്ഡലം എന്നും വ്യത്യസ്തമായ വോട്ടിംഗ് രീതിയാണ് കാഴ്ചവെക്കാറുള്ളത്. ഇവിടുത്തെ ഈരാറ്റുപേട്ട മേഖലയിലെ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. കഴിഞ്ഞ തവണ ഈ മേഖലയിൽ നിന്ന് ജോർജിന് വൻ തിരിച്ചടി ലഭിച്ചിരുന്നു. ഇത് പരിഹരിക്കാനാണ് ഇപ്പോൾ മാപ്പപേക്ഷയുമായി അദ്ദേഹം വോട്ടർമാരെ സമീപിക്കുന്നത്. മറുഭാഗത്ത് ഇടതുമുന്നണി തങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും മുൻനിർത്തിയാണ് പ്രചാരണം നടത്തുന്നത്. യു.ഡി.എഫ് ആകട്ടെ പി.സി. ജോർജിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു. ജോർജ് നടത്തുന്ന ഈ മാപ്പ് പറച്ചിൽ വെറും തിരഞ്ഞെടുപ്പ് നാടകമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ എല്ലാ അടവുകളും പയറ്റിയാണ് അദ്ദേഹം ഇത്തവണ രംഗത്തിറങ്ങുന്നത്. വർഗീയ പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കാനും സമുദായ സൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നു. പൂഞ്ഞാറിലെ ജനങ്ങൾ പി.സി. ജോർജിന്റെ പുതിയ മുഖത്തെ സ്വീകരിക്കുമോ അതോ പഴയ വിവാദങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് വിലങ്ങുതടിയാകുമോ? എൻ.ഡി.എയുടെ വോട്ടുകൾക്ക് പുറമെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വോട്ടെണ്ണൽ ദിവസം മാത്രമേ ലഭിക്കുകയുള്ളൂ. എങ്കിലും തന്റെ മകൻ ഷോൺ ജോർജിനൊപ്പം നിയമസഭയിലെത്താനുള്ള പി.സി. ജോർജിന്റെ സ്വപ്നം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചാവിഷയമായി തുടരുന്നു.